ിലേക്ക് ചെങ്ങന്നൂർ സബ് ട്രഷറിയിൽ ദിവസേന എത്തുന്ന നൂറുകണക്കിന് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ കഴിയാതെ വലയുകയാണ് വയോജനങ്ങളിൽ പലരും. ഇവിടെ എത്തുന്ന ഒരുപാട് ആളുകൾക്ക് ശുചിമുറി പോലുമില്ല. ശുചിമുറി ഇല്ലാഞ്ഞിട്ടല്ല, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ശുചിമുറി ചില ആളുകൾക്ക് വേണ്ടി മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്നു. അത് സാധാരണ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്നാണ് പരാതി. കഷ്ടമാണ്. മാസങ്ങൾക്ക് മുമ്പാണ് ലക്ഷങ്ങൾ മുടക്കി മിനി സിവിൽ സ്റ്റേഷനുള്ളിൽ പ്രവർത്തിക്കുന്ന സബ് ട്രഷറിക്ക് സമീപത്തെ ശുചിമുറികൾ നവീകരിച്ചത്. ഇവയിൽ സബ് ട്രഷറി ഇടപാടുകാരായ വനിതകൾക്കുള്ള ശുചിമുറി അന്നു മുതൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പെൻഷൻകാർ അടക്കമുള്ളവരുടെ പരാതി. പ്രായാധിക്യമുള്ളവരാണല്ലോ ഇവിടെ വരുന്നത് പെൻഷൻ വാങ്ങാൻ. അവർക്കൊന്ന് മൂത്രം ഒഴിക്കണം അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് അത്യന്താധുനിക സൗകര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഒരു സൗകര്യം ചെയ്തു കൊടുത്തത് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. അതങ്ങനെ ചെയ്യാതിരിക്കുന്നത് 100% തെറ്റാണ്. സബ് ട്രഷറിയിലെ ഇടപാടുകാരായ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ശുചിമുറി ജീവനക്കാർ ദിവസവും ഓഫീസ് സമയത്ത് രാവിലെ തുറക്കുകയും വൈകിട്ട് പൂട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വനിതകളുടെ ശുചിമുറിയുടെ താക്കോൽ ജില്ലാ ട്രഷറിയിലാണ്. ഇത് സ്വകാര്യ സ്വത്ത് എന്ന രീതിയിൽ ചില ഉദ്യോഗസ്ഥർ മാത്രം ഉപയോഗിക്കുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. സ്ത്രീകളായിട്ടുള്ളവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള മറ്റു സൗകര്യമില്ലാത്തപ്പം നിലവിൽ ഈ പുതിയതായി പണിതിട്ടുള്ള ഈ ടോയ്ലറ്റ് തുറന്നു കൊടുക്കേണ്ട അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. ഇത് താലൂക്ക് വികസന സമിതി അടക്കമുള്ള കാര്യങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നിരവധി തവണ വാർത്ത വന്നിട്ടുള്ളതാണ്. എന്താണ് ഇത് തുറന്നു കൊടുക്കാത്തത് എന്നെ സംബന്ധിച്ച് അന്വേഷിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടാണ്. പെൻഷൻകാർ ഉൾപ്പെടെ എല്ലാ മാസവും സബ് ട്രഷറിയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം 4000-ഓളം വരും. ഇവരിൽ പകുതിയോളം പേർ വനിതകളാണ്. താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. ഇത്രയധികം പേരെ ബാധിക്കുന്ന വിഷയമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. സബ് ട്രഷറിക്ക് പിന്നിലായി മുമ്പ് ഉപയോഗിച്ചിരുന്ന ശുചിമുറി മാലിന്യങ്ങൾ നിറഞ്ഞ നിലവിൽ ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലുമാണ്. വിഷയത്തെപ്പറ്റി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് തിരക്കിയെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. ഒരു സർക്കാർ ഓഫീസിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പണിത ശുചിമുറി ചില ഉദ്യോഗസ്ഥർ മാത്രം ഉപയോഗിക്കുന്നു. പ്രായമായവരടക്കം സ്ത്രീകൾ നിത്യവും അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ്. നമ്മുടെ സർക്കാർ ഓഫീസുകളെല്ലാം സ്ത്രീ സൗഹൃദമാണെന്ന പറച്ചിലുകൾ മാത്രം പോരാ. അങ്ങനെയാണെന്ന് പരിശോധിക്കാനും സർക്കാർ ഇടയ്ക്ക് തയ്യാറാകണം. MD യതീഷിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഒരുപാട് പണം ചിലവാക്കിയാണ് ശുചിമുറികളൊക്കെ നവീകരിച്ചത്. ഈ വനിതകൾക്ക് വേണ്ടിയുള്ള ശുചിമുറി തുറന്നു കൊടുക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചില ആളുകൾക്ക് വേണ്ടി മാത്രമായി സംരക്ഷിച്ചിരിക്കുകയാണ് എന്ന മറുപടി ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങളോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അവരുടെ പ്രതികരണങ്ങൾ. തുറക്കത്തില്ല, അപ്പോൾ താഴെ ഇട്ട് പൂട്ടിയിരിക്കും. അതവരോട് ചോദിച്ചാൽ അവർ ജീവനക്കാർ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ മനസ്സിലാവും എന്താണെന്ന്. അങ്ങനെ ഒരു സ്ഥാപനം ഗവൺമെൻറ് സ്ഥാപനത്തിൽ എങ്ങനെ അവർ സ്വന്തമായിട്ടൊരു ബാത്റൂം ഉണ്ടാക്കും. ഇത് പൊതുജനത്തിൻ്റെ അല്ലേ, അതിന് ആക്ഷൻ എടുത്തേ വെക്കും. ഞങ്ങൾ വർഷങ്ങളായി ഇരിക്കുന്നവരാണ്. സർവീസിലുള്ളവരും അതോ റിട്ടയർഡായവരുവാ, ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നവരുവാ. പക്ഷേ ഇതാ ബാത്റൂമുണ്ട്, പബ്ലിക് വൃത്തിയാക്കി ഇടുന്നില്ല. അവിടെ എല്ലാം ലോക്കായി കിടക്കും. ആർക്കും ഉത്തരവാദിത്തമില്ല. ആർക്കാണല്ലോ ഉത്തരവാദിത്തം? ആർക്കുമില്ല ഉത്തരവാദിത്തം. പുരുഷന്മാർക്കുള്ളത് കൊടുക്കും, സ്ത്രീകൾക്കുള്ളത് പൂട്ടിയിട്ടേക്കുക. അവരോട് ചെന്ന് താക്കോല് വാങ്ങിച്ചെങ്കിലേ നമുക്ക് കയറാനൊക്കത്തുള്ളൂ. സ്ത്രീകൾക്കുള്ളത് തുറന്നു കൊടുക്കുന്നില്ല, അത് നീറ്റുമല്ല. ലാസ്റ്റ് ഗ്രേഡുകാരുള്ളതല്ലേ, അവർ വൃത്തിയാക്കിയിടണ്ടായത്. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നാൽ എന്ത് വൃത്തിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് തുറന്നു തരത്തുമില്ല. ഇവരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കും.